ഇവളെന്താ തല്ലുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇവൾ നന്നായി മദ്യപിക്കും. ഈ മദ്യപിച്ച് കഴിയുമ്പം ബോധം കിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ തല്ലും. എന്നെ കത്തി കൊണ്ട് കുത്തി കയ്യിലൊക്കെ മുറിപ്പും പാടുമൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഇവളുടെ കൂടെ വീട്ടിൽ കിടക്കുന്നില്ല. കിടന്നാൽ ഏത് സമയത്ത് ഇനി അടിക്കുക കൊല്ലുക എന്നറിയില്ല. രണ്ടെണ്ണം അടിക്കുമ്പോൾ കാർ ഓടിച്ചിട്ട് അങ്ങോട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ആക്സിഡൻറ്റ് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ആളുടെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ 1 മദ്യം, 2 ഇച്ചിരി ഫേമസ് ആവണമെന്നുള്ള ഭയങ്കര കൊതിയാണ്, 3 ഇച്ചിരി ആഡംബരം. അതായത് അവൾ അതിനേക്കാളും വേറെ ഒരു നമുക്ക് പറയാൻ പറ്റാത്തൊരു ബന്ധത്തിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന. എൻ്റെ എല്ലാ ഫ്രണ്ട്സും വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനൊരു റിസ്ക് എടുത്തു, വിവാഹം കഴിച്ചു. ഇവർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ജിജി ആ കസിനെ ഒറ്റ അടി അടിച്ചിട്ട് എൻ്റെ ചെവി പൊട്ടി. പക്ഷേ ഇവർ ഞാനറിയാതെ എൻ്റെ കള്ളൊപ്പിട്ടു. പുറത്തറിയാതിരിക്കാൻ ഞാനത് സൈലൻസ് ആക്കി വെച്ചു. കാരണം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭാര്യ, അവൾക്ക് ദേഷ്യം വന്നാൽ അവളെ കടിക്കും. അവളുടെ കയ്യിൽ നോക്കിയാൽ നന്നായിട്ട് മുറിച്ച് അവൾ തന്നെ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ആത്മഹത്യ ശ്രമിച്ച പാടിപ്പോഴും കിടപ്പുണ്ട്. നമുക്ക് നീയും കൂടെ ഇതിലും മെമ്പറാക്കി എപ്പോൾ വേണമെങ്കിലും ആവാമല്ലോ. അത് പറ്റൂല, എൻ്റെ അപ്പനും അമ്മയും വേണം. ഈ നേരെ വന്നിട്ട് സാംസങ്ങിനെ നന്നായി തല്ലി. എല്ലാ സ്റ്റാഫുകളും കണ്ടുകൊണ്ടിരിക്കുന്ന പുറത്തിറക്കിയിട്ട് നന്നായി തെറി വിളിച്ചു. അത് ഓഫീസിലെ എല്ലാ സ്റ്റാഫും കേട്ടു, കൗൺസിലിങ്ങിന് വന്നവരും കേട്ടു. മാത്രമല്ല ജിജിയുടെ ഒരു പ്രശ്നം, വേറെ ഒരു മനുഷ്യരായിട്ട് എന്നെ കൂട്ടുകൂടാൻ സമ്മതിക്കില്ല. മാരിയോ എന്ന എന്നെ മുൻനിർത്തി സമ്പത്ത് എങ്ങനെയെല്ലാം ശേഖരിക്കാമെന്നൊരു ചിന്ത മാത്രമേ ഇവരുടെ തലയിലുള്ളൂ. അവളുടെ അനുജൻ്റെ പേരിൽ ഒരു 1.5 കോടി വില വരുന്ന ഒരു ബിൽഡിങ്. ഇതിൻ്റെ സാമ്പത്തിക സോഴ്സ് ഞാൻ അവളോട് ചോദിച്ചു. 2019 ട്രസ്റ്റ് തുടങ്ങിയത് മുതൽ ഇതുവരെ നിൻ്റെ അക്കൗണ്ടിൽ വന്ന എല്ലാ ഫൈനാൻസിൻ്റെ തെളിവും തരണം. ജിജി ഇരച്ച് കയറി വരവിലറിയാം അത്രയും എന്താ വീണ്. ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും ഇവൾ എൻ്റെ കഴുത്തേക്ക് പിടിച്ചു. ഞാൻ അവളുടെ തോളത്തിട്ട് നന്നായി അടിച്ചു. ഇത് ഞാൻ ചെയ്ത കാര്യം. ഇവനെ കൊന്നിട്ട് മുസ്ലിങ്ങൾ കൊന്നാന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് രസം ഇതാണ്, മുറിഞ്ഞത് ഈ ഭാഗത്താണ്, തലയിൽ ചോര കാണിക്കുന്നത് ഇവിടെയാണ്. ഇനി സെറ്റാപ്പ് ബോക്സ് കൊണ്ട് അടിച്ചൊന്ന് ടി വിയുടെ അവിടെ. ആ വീട്ടിൽ ടി വി ഇല്ല. ഇപ്പോഴും പേഴ്സണലി ജിജി എൻ്റെ ചങ്കാണ്. ഉറപ്പാ ജിജിക്ക് ഞാനും ചങ്കാണ്. അതിനെ പെട്ടെന്ന് കയ്യിൽ കാശ് വന്നു. അതുകൊണ്ട് ആ കൂട്ടത്തിൽ മദ്യപാനം കയറി. 20 വർഷമായി സഹിക്കുന്നു. എനിക്ക് ഇതിലൂടെ തീരുകയാണെങ്കിൽ തീരട്ടെ. എൻ്റെ ഭാര്യ ജിജി ഈ ഇൻ്റർവ്യൂ കാണാനിടയായ അവളെ ഞാൻ കാത്തിരിക്കുന്നു. അവൾ തിരിച്ചു വരണം. മദ്യപാനം നിർത്തി ചേട്ടായി എന്ന് പറയാം. പുരുഷൻ തന്നെ പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മാരിയോ ജോസഫും അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച ജിജി മാരിയോയും തമ്മിലുള്ള ആ ഒരു വഴക്കാണ് ഇപ്പോൾ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദമ്പതി ധ്യാനത്തിലൂടെ അനേകം കുടുംബങ്ങൾക്ക് വെളിച്ചം വീശി ഇരുവരുടെയും ജീവിതത്തിൽ പക്ഷെ പിഴച്ചു. ജിജി മാരിയോ ഭർത്താവിനെതിരെ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തു. അതിൽ പറയുന്നത് സെറ്റപ്പ് ബോക്സ് കൊണ്ട് തലക്കടിച്ചു, മുടി പിടിച്ചു വലിച്ചു, കടിച്ചു, 70,000 രൂപയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു എന്നെല്ലാമാണ്. എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത്? ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് മാരിയോ ജോസഫിൻ്റെ പക്ഷമാണ്. ബ്രദറെ, ഇപ്പോൾ ഭാര്യ തന്നെ പരാതി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത്. ഒരു സ്ത്രീനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നതടക്കം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 1996 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. ഞാൻ 1998 മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായതാണ്. മാരിയോ ജോസഫ് എന്ന പേര്. 2004 ജിജി അവിടെ ധ്യാനത്തിന് വന്നു. അവൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അവളുടെ ജീവിതത്തിൽ ഒരുപാട് പറയാൻ പറ്റാത്തത്ര വേദനയിലൂടെ കടന്നു പോവാണ്. ഒരു സിമ്പതി കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആൾ പക്ഷേ എന്നോട് പ്രണയമാണ് പറഞ്ഞ, ഇഷ്ടമാണെന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു ജീവൻ എൻ്റെ കൂടെ, ആ കുടുംബം മൊത്തം ഒരു ഹാപ്പീസ് ആവട്ടെ എന്ന് കരുതി ഞാൻ ഓക്കെ. എൻ്റെ എല്ലാ ഫ്രണ്ട്സും വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനൊരു റിസ്ക് എടുത്തു, വിവാഹം കഴിച്ചു. ഞങ്ങൾ കുടുംബജീവിതം മുന്നോട്ട് പോയി. അവൾ എൻ്റെ കൂടെ പ്രസംഗിക്കാൻ വരില്ല, ഒത്തിരി ഭാഷകളൊന്നും അറിയില്ല, വീട്ടിൽ ഒതുങ്ങി നിൽക്കും. ഒരു 2017 ആയപ്പോൾ ധ്യാനത്തിന് ഞാൻ ജിജിയെ കൂടെ കൊണ്ടുപോയി കുറച്ച് ക്ലാസ് പഠിപ്പിച്ച് വളർത്തിയെടുത്തു. 2018 പ്രളയ സമയത്ത് വീടെല്ലാം മുങ്ങിപ്പോയി. അന്ന് ജിജീനെ കൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുപ്പിച്ചിട്ട് ഭയങ്കര വൈറലൊക്കെ ആയി. അങ്ങനെയാണ് ജിജി ആരാന്ന് ലോകമൊന്നും അറിഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അന്നത്തെ കാലത്ത് യൂട്യൂബ് ഫേസ്ബുക്കിൻ്റെ വരുമാനവും ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ ഈ പ്രസംഗിക്കാൻ പോയിട്ട് കിട്ടുന്ന TADO ഒക്കെ വെച്ച് കുറച്ച് കാശുണ്ടായിരുന്നു കയ്യിൽ. ആ കാശ് വെച്ചിട്ട് കൊമ്പത്ത് കടവെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 2 സ്ത്രീകളും 3 സ്ത്രീകളും 2-3 മക്കളുള്ള ഒരു കുടുംബം ഒരു ടാർപ്പാളി ഷെഡ് തങ്ങുന്നുണ്ട്. എൻ്റെ കാശ് കൊണ്ട് ഞാൻ അവർക്കൊരു വീട് വെച്ചു കൊടുത്തു. അന്ന് അതിൻ്റെ എല്ലാ ജോലിയും എനിക്ക് ചെയ്തു തന്നത് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ സാംസങ് ആണ്. അജ്മൽ എന്നായിരുന്നു അവൻ്റെ പഴയ പേര്, സാംസങ്. അജ്മലിന് പേരുള്ളതുകൊണ്ട് അവനെ തീവ്രവാദി എന്നൊക്കെ എല്ലാവരും വിളിക്കുന്നതെന്ന് പറഞ്ഞു. സാംസങ് അതെല്ലാം ചെയ്തു തന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, നമുക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയാൽ കുറച്ചും കൂടെ കൂടുതൽ നന്മ ചെയ്തുകൂടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിന് വേണ്ട പേപ്പറുകളൊക്കെ ചെയ്തോളം പറഞ്ഞു. ഇവൻ അതിനെക്കുറിച്ചെല്ലാം പോയി പഠിച്ചു, ബയോലോസ് ഉണ്ടാക്കി കൊണ്ടുവന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, മിനിമം ഒരു 3 പേര് വേണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാനും നീ ഉണ്ടല്ലോ, പിന്നെ ജിജിനെയും കൂടെ ഇടാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിജി പറഞ്ഞു, ഡ്രൈവറായി വന്നവനൊന്നും
മെമ്പറാക്കാനൊന്നും പറ്റില്ല, ഞാൻ സമ്മതിക്കും. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു ആരെയാണ്, എൻ്റെ അപ്പനുണ്ട് എൻ്റെ അമ്മയുണ്ടെന്ന്. അങ്ങനെ കൊണ്ട് അപ്പനെ അമ്മനെ അതിലിട്ടു. അതിന് രജിസ്റ്റർ ചെയ്യാനെല്ലാം തയ്യാറായി കഴിഞ്ഞപ്പം വക്കീൽ പറഞ്ഞു ഇത് കുടുംബ ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ കുടുംബക്കാരാണ്, സോഷ്യൽ ട്രസ്റ്റ് ആക്കണ പുറത്തുനിന്ന് ആൾ വേണം. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു അജ്മലിനെടുക്കാമെന്ന് പറഞ്ഞു. ഈ സാംസങ്ങിനെ സമ്മതിച്ചില്ല. അവളുടെ ഒരു ഫ്രണ്ടിനെ, അതായത് ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ഫ്രണ്ടുണ്ട്, ആൽബി എന്നുണ്ട്. ആൽബീൻ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞതേ കേൾക്കുള്ളൂ, അതുകൊണ്ട് ഭാവിയിൽ കുഴപ്പമുണ്ടാവില്ല, ആരെങ്കിലും എടുക്കാമെന്ന് അങ്ങനെ എടുത്തു. അങ്ങനെ ആൽബിയും കൂടെ ഉണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഭൂരിപക്ഷം ജിജിയും ടീമുമാണ്, ഫാമിലിയാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഞാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് എതിരെ വരെ പ്രസംഗിച്ച ചാരിറ്റബിൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഉപദ്രവിച്ചാണ്. ഒരു നല്ല ട്രസ്റ്റ് തുടങ്ങണം, അതെങ്ങനെ നടത്തണം എന്ന് കാണിക്കണം എന്നുള്ള കൊതിയോടെ തുടങ്ങിയത്. പക്ഷേ ഇവിടെ വെച്ചത് പൊളിഞ്ഞു. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് വിടാൻ പറ്റില്ല. എന്താണെന്ന് പറയുക, അതോടെ കോവിഡ് വന്നു 2019. ഒത്തിരി പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ തുടങ്ങി. അപ്പം ജനം സാമ്പത്തികമായി സഹായിക്കാൻ തുടങ്ങി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലയിലും പോയിട്ട് മരുന്ന് കൊടുത്തു. ഭയങ്കര പുണ്യം. ആ സമയത്ത് നമ്മൾ ചെല്ലാനം കടപ്പുറത്ത് കടലാക്രമണത്തിൽ പോയവർക്ക് വീട് കൊടുത്തു. കൂട്ടിക്കൽ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ കുറേ വീട് കൊടുത്തു. ഇപ്പോൾ വയനാട്ടിൽ ആദ്യം ഞങ്ങൾ തന്നെയാണ് 10-26 ഒക്കെ ചെയ്തു. അപ്പോൾ ട്രസ്റ്റ് വിടാനും വയ്യ. പക്ഷേ ആദ്യം നടക്കുന്ന ഒരു കള്ളത്തരം 2022 ജിജിയുടെ ഒരു കസിനാണ് അന്നത്തെ ജനറൽ മാനേജർ. ഇവർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ജിജി ആ കസിനെ ഒറ്റ അടി അടിച്ചിട്ട് അവൻ്റെ ചെവി പൊട്ടി, ചോരയൊക്കെ വന്നു. ഇവൻ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് കേസാക്കിയപ്പോൾ കൊരട്ടി സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പറഞ്ഞു ബ്രദറെ ഈ പ്രസ്ഥാനം തുടങ്ങിയേ ഉള്ളൂ, ഇത് നശിച്ചു പോയത്, കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു. ജിജിയും ആ കസിനും കൂടെ കോംപ്രമൈസിന് സംസാരിച്ചപ്പോൾ അവൻ 5 ലക്ഷം രൂപ വെച്ചു. ജിജിയുടെ കസിനാന്ന് ഓർക്കണം. ജിജിയുടെ കയ്യിലില്ലായിരുന്നു, എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അവൾ ഒരൊറ്റ വാശി ട്രസ്റ്റിൽ നിന്ന് കൊടുക്കണം. ഞാൻ പറഞ്ഞു അത് കൊന്നാലും തരില്ല, ആരോടെങ്കിലും കടം മേടിച്ചോ. ഇത് മനുഷ്യർ കഷ്ടപ്പെട്ട് വേർത്ത്, ചില ഓട്ടോറിക്ഷക്കാരൊക്കെ രാവിലെ മുതൽ, ചില കൂലിപ്പണിക്കാർ 800 രൂപ കിട്ടുമ്പോൾ വീട്ടുപണിക്ക് പോകുന്ന ചേച്ചിമാർ പോലും 100 രൂപ ഇതിലിട്ടിട്ടുണ്ട്. അതെടുത്തിട്ട് ഇങ്ങനെ നീ തല്ലി പൊട്ടിച്ചൊരുത്തിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവർ ഞാനറിയാതെ എൻ്റെ കള്ളൊപ്പിട്ടു. ഇട്ടത് എങ്ങനെയാണെന്നറിയോ, വേറെ ഏതൊരു പേപ്പറിലുള്ള ഒപ്പ് നനച്ചിട്ട് ഇവർ കൊണ്ടുപോയിട്ട് ഈ ചെക്കിൻ്റെ മേളിൽ വെച്ച് അതിൻ്റെ കല വീഴുമ്പോൾ അതിൽ വരച്ചിട്ടിട്ടു. അങ്ങനെയാണ് ഇവർ ഒപ്പിട്ടിട്ട് ചെക്ക് 2.5 ലക്ഷം ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ പോയി. ഞാനിതറിയുന്ന ഓഡിറ്റർ എന്നെ വിളിച്ചിട്ട്, വർഷാവസാനം ഓഡിറ്റർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാശ് പോയല്ലോ, അതെന്താ അതിൻ്റെ കാരണം കാണിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ചോദിച്ചില്ലേ ഭാര്യയോട്? ചോദിച്ചു. അപ്പോൾ ഭയങ്കര വഴക്കായി, പിടിയും മിടിയും മടിയൊക്കെ ആയി, പ്രശ്നമായി. പുറത്തറിയാതിരിക്കാൻ ഞാനത് സൈലൻസ് ആക്കി വെച്ചു. കാരണം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ പുറത്തറിയണ്ടെന്ന് വിചാരിച്ചു. ഞാനൊരു കള്ളത്തരത്തിന് കൂട്ടി നമുക്ക് പോയി. 2023 ഞാനിങ്ങനെ തീരുമാനിച്ചു, ഇവൾക്കും കുടുംബത്തിനും ആധിക്യമില്ലാത്ത ഒരു ട്രസ്റ്റ് തുടങ്ങണം. ആ സമയത്ത് പരിചയപ്പെട്ട ബാല എന്ന് പറയുന്ന വക്കീൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് ട്രസ്റ്റ് വേണ്ട, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ MCA പോർട്ടലിൽ കമ്പനി ആക്റ്റിൽ ചെയ്യും, അതിലൊക്കെ 1 രൂപ വന്നാലും അതിന് കണക്കും പോയാലും കണക്കും നന്നായിട്ട് കമൻറ്റ് ചെയ്യേണ്ട, അതായത് ഓഡിറ്റിംഗ് ചെയ്യേണ്ട, ക്ലിയറായിട്ട് സ്വസ്ഥമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ്. മാത്രമല്ല എല്ലാ ലൈസൻസുകളും പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാൻ ജിജിയോട് പറഞ്ഞു ഞാനിങ്ങനെ ഒന്ന് തുടങ്ങാൻ പോവാം, ഞാനും സാംസങ്ങും ദേവസ്യം മാഷും പറഞ്ഞു. അപ്പോൾ ജിജിയോട് ചോദിച്ചില്ലേ? ജിജിയോട് ചോദിച്ചു ഞാനിങ്ങനെ തുടങ്ങാൻ പോകാമെന്ന്. അവൾക്കൊരു സ്വഭാവമുള്ള ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവളുടെ ദേഹത്തെ ഉപദ്രവിക്കും. അവൾക്ക് ദേഷ്യം വന്നാൽ അവളെ കടിക്കും. അവളുടെ കയ്യിൽ നോക്കിയാൽ എന്തെങ്കിലും ഇൻ്റർവ്യൂവിന് അവസരം കിട്ടിയാൽ നോക്കി ഇടത്തെ കയ്യിൽ നന്നായിട്ട് മുറിച്ച് അവൾ തന്നെ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആടിപ്പോഴും കിടപ്പുണ്ട്. ഇവൾ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അത് വേണ്ടെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ടാന്ന് വെക്കരുത്, സെൻട്രൽ ഗവൺമെൻറ് രജിസ്ട്രേഷൻ നമുക്ക് വേണം, ഫിലോക്കാലി ഫൗണ്ടേഷൻ എന്ന പേരും വേണം, അതിനൊരു കാര്യം ചെയ്യും, എന്നെയും അമ്മയും എടുത്തിടാം. അങ്ങനെ അവളെയും അമ്മയും എടുത്തിട്ടിട്ട് ഫൗണ്ടേഷൻ പോയി തുടങ്ങി. ഞാൻ അതിൻ്റെ അക്കൗണ്ട് സൃഷ്ടിച്ചില്ല, അത് പുറത്ത് അനൗൺസ് ചെയ്തില്ല, കാര്യം വേസ്റ്റല്ലേ. ട്രസ്റ്റുകളുടെ അതേ ഗതികേട് ഇവിടെയും വരും. 2024 ആദ്യമായപ്പോഴേക്കും 1 വർഷമായി തുടങ്ങിയിട്ടിട്ട് ഉപയോഗിക്കാതിരിക്കുന്നു. അപ്പോൾ വക്കീൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കമൻസ് ചെയ്യണം, വർഷമായി, ഇല്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് വീണ്ടും ഫാമിലി പ്രശ്നമാണ്, എന്നാൽ അത് ഡിസോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിസോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ രാജി കൊടുത്തു. സാംസങ് രാജി കൊടുത്തു, സാംസങ് ജിജി രാജി കൊടുത്തു, ജിജിയുടെ അമ്മയും രാജി കൊടുത്തു. ഈ രാജി കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യാൻ പോയപ്പോൾ വക്കീൽ എന്നോട് പറഞ്ഞു ഈ പേര് നല്ലൊരു പേരാണ്, ഫിലോക്കാലി ഫൗണ്ടേഷൻ, വേൾഡിലൊക്കെ ഇപ്പോൾ അറിയാം, അതിന് നഷ്ടപ്പെട്ടു, അതൊന്ന് പിടിച്ചു വെച്ചുകൂടെ. ഞാൻ ചോദിച്ചാൽ അതിനെന്നെ വഴി, അവരുടെ രാജി സ്വീകരിച്ചിട്ട് വേറെ 2 പേരെ എടുത്തിട്ടിട്ട് നിങ്ങൾ രാജി കൊടുക്കാതിരുന്നാൽ പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് വേണം, കുഴപ്പമൊന്നുമില്ല ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ രാജി പിൻവലിച്ചു, അവരുടെ രാജി സ്വീകരിച്ചു, ഇവരെ 2 പേരെ എടുത്തു എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചത്.
അന്ന് തുടങ്ങിയതാണ് യഥാർത്ഥ വഴക്ക്. ഇതാണ് മൂലകാരണം, ഇതാണ് അടിസ്ഥാനം. ആദ്യത്തെ ചെക്ക് മാറിയപ്പോൾ വഴക്കുണ്ടെങ്കിലും ഈ ഫൗണ്ടേഷൻ തുടങ്ങിയത് അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ അവളോട് പറഞ്ഞു, നീ എന്തിനു ബഹളം വെക്കുന്ന, നീയും കൂടെ ഇതിൽ മെമ്പറാക്കി എപ്പോൾ വേണമെങ്കിലും ആവാമല്ലോ. അത് പറ്റില്ല, എൻ്റെ അപ്പനും അമ്മയും വേണം. അത് പറ്റില്ല, എൻ്റെ അപ്പനും അമ്മയും വേണം. ഇതാണ് ഉള്ള പ്രശ്നം. ഇന്ന് രാവിലെയും വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, ഇവരെ ഒഴിവാക്കണമെന്ന്. പറ്റില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോ, വരില്ല. ഇന്ന് രാവിലെ നടന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഐ ആം ഹെൽപ്ലെസ്. ഒരു മീഡിയക്കാരൻ എന്തോ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞത് അത് ഞാൻ സോൾവ് ചെയ്തോളാം, നിങ്ങൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ആൾ അഡമൻ്റായിപ്പോയി ആ ഒരു വിഷയത്തിൽ. ആളോട് പറഞ്ഞു, നീ ഇതിൽ മെമ്പറാവുക. ഇപ്പോഴും പറയുന്നു, ഈ സാംസങ്ങും ആൻ്റണി മാഷും സുലേഖയൊക്കെ ഉള്ളപ്പോഴേ നിങ്ങൾ മെമ്പറാകുക. എന്തുകൊണ്ടാണ് ഇവരെ ഞാൻ ഇത്ര വാശി പിടിക്കുന്നത് ഇവരുടെ കാര്യത്തിൽ? ആദ്യത്തെ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാൻ എല്ലാ പേപ്പർ വർക്കും ഈ സാംസങ്ങ് ചെയ്തത്. അവനോട് അന്ന് പ്രോമിസ് ആയിരുന്നു നിന്നെ മെമ്പറാക്കാമെന്ന്. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ഒഴിവാക്കി. ഈ മാഷാണ് ട്രസ്റ്റ് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് സ്ഥലം വാങ്ങാൻ വേണ്ടി 15 ലക്ഷം രൂപ തന്നെ. അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക് നിങ്ങളെ മെമ്പറാക്കാന്നാണ്. ഇതൊക്കെ ജിജിയായിട്ട് ആലോചിച്ചിട്ടാണ്? ജിജിയാണ് അവരോട് പോയി പറയുന്നത്. ഞാനും ജിജി എല്ലാവരും കൂടി ഇരുന്നാ പറയുന്നത്. ആ കാശ് ജിജിയെന്നും കൈപ്പറ്റുന്നത് ഞങ്ങൾ തന്നെ. കൈപ്പറ്റി കഴിഞ്ഞിട്ട് ആളോട് പറഞ്ഞ് മെമ്പറാക്കില്ലെന്ന്. അവിടെയാണ് വിഷമം. അപ്പോൾ എനിക്ക് സങ്കടമുണ്ട് അവരെ അങ്ങനെ തള്ളിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെ പിടിച്ചു വെക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്ക് കുടുംബത്തെക്കാൾ വലുത് അവരായതുകൊണ്ടല്ല. നമുക്കൊരു മനസാക്ഷിയുണ്ട്. ഞാൻ ആ കാശ് തിരിച്ചു കൊടുത്തു കേട്ടോ, 15 ലക്ഷം തിരിച്ചു കൊടുത്തു. എന്നാലും എനിക്കൊരു സങ്കടമാണ്. അവർ പ്രായത്തിൽ അവരെൻ്റെ അടുത്ത് വന്നത് ഒരു ആശ്രയമായിട്ട് വന്നു. സ്വന്തം മോൻ മരിച്ച ദുഃഖത്തിൽ അവരെൻ്റെ അടുത്ത് വന്നത്. പിന്നെ എങ്ങനെ അവരെ തള്ളാൻ പറ്റും? അങ്ങനെ നിർത്തിയെന്ന്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങി ഞങ്ങൾ ഓഫീസിലിരിക്കുമ്പം ജിജി നേരെ വന്നിട്ട് സാംസങ്ങിനെ നന്നായി തല്ലി. എല്ലാ സ്റ്റാഫുകളും കണ്ടുകൊണ്ടിരിക്കുന്ന. ഇവളെന്താ തല്ലുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇവൾ നന്നായി മദ്യപിക്കും. അപ്പോൾ ഈ മദ്യപിച്ച് കഴിയുമ്പം ബോധം കിട്ടിയിട്ട് പെട്ടെന്ന് വന്ന് തല്ലും. അതേ ദിവസം തന്നെ മാഷും ടീച്ചറും കൗൺസിലിംഗ് എടുക്കുന്നിടത്തു നിന്ന് റൂമിൽ കയറി ചെന്ന് കൗൺസിലിങ്ങിന് ഇരുന്ന ഒരു പയ്യനെ പിടിച്ച് പുറത്തിറക്കിയിട്ട് നന്നായി തെറി വിളിച്ചു. അത് ഓഫീസിലെല്ലാ സ്റ്റാഫും കേട്ടു, കൗൺസിലിങ്ങിന് വന്നവരും കേട്ടു. എനിക്ക് തന്നെ എന്തോ ഷെയിമായി പോയി. എല്ലാവർക്കും ഷെയിമായി. ഒന്നും മിണ്ടാൻ പറ്റില്ല, പ്രതികരിക്കാൻ പറ്റില്ല. കാരണം പിന്നെ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കാനേ പറ്റും. അതുപോലെ നെയ്യാറ്റിൻകരയുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവനെയും ഓഫീസിലിട്ട് വഴക്ക് പറഞ്ഞ് അവനാ സ്ട്രോക്കിൽ വിഷമത്തിൽ ഇറങ്ങിപ്പോയിട്ട് അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്ലൊക്കെ അവൻ കുത്തിപ്പൊട്ടിച്ച വീഡിയോ കണ്ടില്ലേ? ഈ വിഷമത്തിലാണ് അവൻ പോയിട്ട് അതൊക്കെ ചെയ്തു കൂട്ടി. അത് ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഒരു പേടിയാണ് ജിജിനെ കാണുമ്പോൾ. ജിജിയുടെ നേരിൽ കാണുമ്പോൾ പേടിക്കും. അത് ഈ അടുത്ത കാലത്ത് കുറച്ച് കൂടി, പ്രത്യേകിച്ച് ഈ PKF ഫിലോക്കാലിയ ഫൗണ്ടേഷൻ തുടങ്ങിയതോട് ഇച്ചിരി കൂടി. ഇത് ഇങ്ങനൊരു ക്യാരക്ടറാണെങ്കിൽ ബ്രദറിന് തന്നെ അത് കൗൺസിലിംഗ് കൊടുത്തോ, അല്ലെങ്കിൽ അതൊരു സ്വഭാവ വൈകല്യമായിരുന്നോ? എന്താ ബ്രദറിൻ്റെ? എൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു ജന്മഗുണം പോലെയൊക്കെ ഒരു പൈതൃകം പോലെയൊക്കെ തോന്നിപ്പോവുക. കാരണം ഞാൻ ഒരുപാട് ശ്രമിച്ചു, ധ്യാനങ്ങൾ ഒരുപാട് കൂടിച്ചു, ക്ലാസ്സുകൾ ഒരുപാട്. ആളുടെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ 1 മദ്യം, 2 ഇച്ചിരി ഫേമസ് ആവണം എന്നുള്ള ഭയങ്കര കൊതിയാണ്, ഫേമസ് ആവണം. 3 ഇച്ചിരി ആഡംബരം, അതായത് സമ്പത്ത് കുറച്ച് കൂടുതൽ വേണം, കുറച്ച് ലക്ഷറീസ് ആയിട്ട് ജീവിക്കണം. അങ്ങനെയുള്ള ഒരു ബേസിക് നേച്ചർ ആൾക്കുള്ളതാണ് ഇതിൻ്റെ കാരണം. ഇപ്പോഴും ഇതിലൊക്കെ ഒരു ചെറിയൊരു അഴവുണ്ടെങ്കിൽ ഞാൻ ഒന്നുമില്ല, ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർക്കും. എനിക്ക് ഒരു പരാതിയില്ല. ഇപ്പോഴും ഈ മാഷിനെ അജ്മലിനെ അവരും മനുഷ്യരല്ലേ, ഈ സാംസങ് മനുഷ്യനല്ലേ. ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ വരുമ്പോൾ ഡ്രൈവറായി വന്നു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ആൻ്റണീനെ അങ്ങ് തള്ളിക്കളഞ്ഞു. നല്ലതാണെന്ന് കണ്ടപ്പോൾ കൂടെ കൊണ്ടുവരുന്നില്ലേ? അത് നല്ല മനുഷ്യൻ കൂടെ ഉള്ളപ്പോൾ അവനെ ഓടിക്കണം എന്ന്. മാത്രമല്ല ജിജിയുടെ ഒരു പ്രശ്നം, വേറെ ഒരു മനുഷ്യരായിട്ട് എന്നെ കൂട്ടുകൂടാൻ സമ്മതിക്കില്ല. എനിക്ക് ഫ്രണ്ടില്ല വേറെ. കാരണം ഞാൻ ആരോടെങ്കിലും ഒരു 10 മിനിറ്റ് മുന്നേ അപ്പം ഇവള് വേളം ഉണ്ടാക്കും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ജിജിയുടെ സ്വഭാവമല്ല. ഒറിജിനലി ആക്ച്വലി ജിജിനെ മാത്രം പറ്റും, അവളുടെ അപ്പൻ്റെ അമ്മയുടെയും പ്രശ്നമാണ്. മാരിയോ എന്ന എന്നെ മുൻനിർത്തി സമ്പത്ത് എങ്ങനെയെല്ലാം ശേഖരിക്കാമെന്നൊരു ചിന്ത മാത്രമേ ഇവരുടെ തലയിലുള്ളൂ. അതിൻ്റെ ഏറ്റവും ഉദാഹരണം ഇപ്പം നടന്ന ഇൻസിഡൻ്റാണ്. കഴിഞ്ഞ ഈസ്റ്ററിന്, ഈ വർഷത്തെ ഈസ്റ്ററിന് ഞാനും ജിജി ഒരു വഴക്കുണ്ടായി. എന്നെ കത്തി കൊണ്ട് കുത്തി, കയ്യിലൊക്കെ മുറിപ്പും പാടുമൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. കേസൊക്കെ ആവണ്ടായിരുന്നു, പിന്നെ കുടുംബമെല്ലാം സംഭവിത്രേ. അവളുടെ അനുജൻ്റെ പേരിൽ, അനുജൻ്റെ ഭാര്യ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്, റിസപ്ഷനിസ്റ്റ് റിങ്കോ, ഒരു 1.5 കോടി വില വരുന്ന ഒരു ബിൽഡിങ്. ഞാനത് പറയുന്ന എക്സാജറേഷൻ അല്ല. ഹൈവേയിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് എല്ലാം അത് മുരിങ്ങൂരാണെന്ന്. വാക്കബിൾ ഡിസ്റ്റൻസ് ഹൈവേ നിന്ന് അത് വില വരും. പക്ഷേ ഒരു പക്ഷേ ഈ ലാൻഡൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പകുതി ബ്ലാക്കായിട്ട് പോകും, പകുതി വൈറ്റായിട്ട് പോകുന്നുണ്ട്. ഒറിജിനൽ വില ഇപ്പോൾ അവൾ മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ എത്രയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും മേടിച്ചു. ഇതിൻ്റെ സാമ്പത്തിക സോഴ്സ് ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ കുറേ ബഹളം വെച്ച്, അന്നാണ് ഈ കുത്തും മടിയും ബഹളമൊക്കെ ഉണ്ടായി. പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നു. ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഇവളുടെ കൂടെ വീട്ടിൽ കിടക്കുന്നില്ല. കിടന്നാൽ ഏത് സമയത്ത് ഇനി അടിക്കുക പോലില്ല എന്നറിയില്ല, ദേഷ്യം വരുമ്പോൾ എന്തും ചെയ്യും. അപ്പം ഞാൻ ഒരു വക്കീൽ നോട്ടീസ് ജിജിക്ക് അയച്ചു. ഞാൻ വീട്ടിൽ കിടക്കുന്നില്ല, മാറി താമസിക്കുകയാണ്. താമസിക്കുന്ന ഫിലോക്കാലിയുടെ ഒരു അക്കാഡമി ഉണ്ട്, അവിടെ ആയിരിക്കും. അവിടെ ജിജി വന്ന് ബഹളം ഉണ്ടാക്കരുതെന്നാണ് വക്കീൽ നോട്ടീസ്.
അത് ഒരു വിലയും അതിന് കൽപ്പിക്കാതെ രണ്ടെണ്ണം അടിക്കുമ്പോൾ കാർ ഓടിച്ചിട്ട് അങ്ങോട്ട് വരും. അങ്ങനെ പോകുന്ന വഴിക്ക് ആക്സിഡൻറ്റ് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് വഴക്കുണ്ടാക്കും. എന്നാലും ഞാൻ സഹിച്ച് പോയി. ലാസ്റ്റ് കുറച്ച് ദിവസം മുമ്പ് ഇവളുടെ ഓഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇവളുടെ ഓഡിറ്റർ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ഓൾമോസ്റ്റ് 4 ലക്ഷം രൂപ അവർക്ക് ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞു. 4 ലക്ഷം രൂപ ടാക്സ് അടക്കണ അക്കൗണ്ട് കുറേ കാശ് വന്നിട്ടുണ്ടല്ലോ. ഞാനൊന്ന് ഞെട്ടി. എവിടുന്ന് വന്നു, ആര് കൊടുത്തു, എന്താ സംഭവം? അപ്പോൾ ഞാനത് ചോദ്യം ചെയ്തപ്പോഴേക്കും ഇവർ കുടുംബക്കാർ ഒറ്റക്കെട്ടായി. ഞാൻ പറഞ്ഞു ഈ ബിൽഡിംഗ് എടുത്തതും ഇതൊക്കെ ചിലപ്പോൾ ഞാൻ പുറത്ത് പറയേണ്ടി വരുമെന്ന് പറഞ്ഞൊന്ന് പേടിപ്പിച്ചു, ഒന്ന് ഒതുങ്ങാൻ. എന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ 2019 ട്രസ്റ്റ് തുടങ്ങിയത് മുതൽ ഇതുവരെ നിൻ്റെ അക്കൗണ്ടിൽ വന്ന എല്ലാ ഫൈനാൻസിൻ്റെ തെളിവും തരണമെന്ന് പറഞ്ഞു. ഭയങ്കര വയലൻ്റായി. അന്നേരം പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പിലാർമൊഴി താമസിക്കുന്നു. ഒരു വൈകുന്നേരം കഴിഞ്ഞ 25-ാം തീയതി വൈകുന്നേരം 4-4:30 ഇവർ ഒരു 5-8 പേര് 2 കാറിലായിട്ട് വന്നു. അന്നേരം പറമ്പിൽ ഹിന്ദിക്കാർ പണിക്കുണ്ട്. അവർ പോകാൻ ഇവർ വെയിറ്റ് ചെയ്തു. എനിക്ക് ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് കാണാം. ഇവരെല്ലാം പോയ സമയത്ത് വണ്ടി മേളിൽ കയറി വന്നു. ജിജി ഇരച്ച് കയറി വരാം. വരവിലറിയാം അത്രയും എന്താ നമ്മൾ പറയുമല്ലോ, പൂസാ പറയത്തില്ലേ, നല്ല ഇൻടോക്സിക്കേറ്റഡാണ്. അവൾ ഓടി വന്ന് ഇപ്പം ഞാൻ ഗ്ലാസ് ഡോർ അടക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത് സ്റ്റോപ്പർ ഉള്ളതുകൊണ്ട് പതുക്കെ അടയുള്ളൂ. തള്ളുന്നതിൻ്റെ ഇടയിൽ അവളോട് ഒറ്റ ചവിട്ടോട് പറഞ്ഞു. അത് ടഫൻ ഗ്ലാസ്സാണ്. എന്നെ ഇടിച്ചു. ഞാൻ മറിഞ്ഞ് താഴേക്ക് വീണ് ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും ഇവൾ എൻ്റെ കഴുത്തേക്ക് ഒന്നേക്ക് പിടിച്ച് ഞെക്കിയപ്പോൾ എനിക്കൊന്നും അത് പൊക്കി തന്നെ ഭയങ്കര ആരോഗ്യ ജിജിക്ക്. ഞാൻ അവളുടെ തോളത്തിട്ട് നന്നായി അടിച്ചു. ഇത് ഞാൻ ചെയ്ത കാര്യമാണ്. കുറേ അടിച്ചപ്പോഴേക്കും അവൾ വിട്ടു, കഥ പോകുന്നു. അതിൻ്റെ ഇടയിൽ ഇവരവിടെ കിടന്ന് വന്നവർ വിളിച്ച് പറയുന്നുണ്ട്, ഈ പട്ടീനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം, ഇവനെ കാട്ടിക്കളയണം, ഇവനെ കൊന്നിട്ട് മുസ്ലിങ്ങൾ കൊന്നാന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്, തീവ്രവാദികൾ കൊന്നെന്നൊക്കെ ഇങ്ങനെ ഇവരെല്ലാം വിളിച്ച് പറയുന്നു. ഞാൻ ഒരു ഡോർ ഇടിച്ച് ഈ ജിജി കൈ വിട്ടതും ഒരു ഡോറ് തുറന്ന് അകത്ത് കയറി ആ ഡോർ അടച്ചിട്ട് സ്റ്റെയർ കേസ് വഴി മേളിലേക്ക് പോകും. ആ ബിൽഡിംഗ് അങ്ങനെ കിടന്നു. ഇവളെ ഒറ്റയ്ക്ക് ആ ഡോർ ഇടിച്ച് പൊട്ടിച്ചു. എന്നിട്ട് 1-ാം നിലയിൽ വന്നു. ഞാൻ 1-ാം നിലയിൽ മുറിയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി തലയിടിച്ച് പൊട്ടിച്ചു. ഇടിച്ച് പൊട്ടിക്കുന്നത് ഞങ്ങളുടെ ഒരു സ്റ്റാഫ് അന്ന് കണ്ടു. കാരണം അയാൾ പോത്തുപാറ ആദിവാസികളുടെ പ്രൊജക്റ്റ് നടക്കുന്നിടത്ത പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇതുവഴി വന്നപ്പോൾ ഇവിടെ കിടന്ന് ഒച്ചയും വെള്ളം കേട്ടപ്പോൾ ഉള്ളി പതുക്കെ കയറി ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് നിന്ന് മുട്ടിപ്പോൾ ആളിവിടെ ഉണ്ട്, ബൈജു എന്ന് പറയും, വിറ്റ്നസ്സാണ്. അത് കഴിഞ്ഞ് കൊണ്ട് 2-ാം നിലയിൽ വന്നു. ഇതിൽ ഞാനില്ലെന്ന് പറഞ്ഞപ്പോൾ 2-ാം നിലയിൽ വന്നിട്ട് ടഫൻ ഗ്ലാസ്സിനിട്ട് തലയിടിക്കുന്നു. മദ്യലഹരി, ഫുൾ മദ്യം. മാത്രമല്ല ഇവർക്ക് മദ്യലഹരി സ്വന്തം തന്നെ കടിച്ചും സ്വന്തം തന്നെ തലയിടിച്ചും സ്വന്തം കൈയൊക്കെ മുറിക്കും. അതങ്ങനെയാണ് പൊതുവെ. അത് പേടിച്ചിട്ടാണല്ലോ ഞാൻ മാറി നിൽക്കുന്നത്. കാര്യം ഇവളുകളുടെ ദേഹം മുറിച്ചിട്ട് എന്നെ അറ്റാക്ക് കേസ് കൊടുക്കുന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. അല്ല പിന്നെ ഇത്രയും ദമ്പതികൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞാൻ മാറി നിൽക്കേണ്ട കാര്യം തിരിക്കുന്നു. ഇവൾ അവിടെ വന്ന് തലയിടിക്കുമ്പോൾ ഇവർ പറയുന്നു കഴുത്തിന് മേലെ മുറിവാണെങ്കിൽ ഇവനെ FIR ഇട്ട് റിമാൻഡ് ചെയ്യിക്കാമെന്ന് ഇവർ പറയുന്നത് ഞാൻ അകത്ത് കേൾക്കുന്നു. അപ്പം തന്നെ ഞാൻ കൂട്ടുകാരൻ അനൂപിനെ വിളിച്ചിട്ട് പറഞ്ഞു പോലീസിനെ വിളിച്ചോ, ഇല്ലെങ്കിൽ പണി പാളും, ഇവർ ചിലപ്പോൾ എന്നെ കൊല്ലും, അല്ലെങ്കിൽ കേസിൽ കൊടുക്കും. അവൻ 100-ൽ വിളിച്ചു. അപ്പോഴേക്കും പോലീസ് വരുന്ന കണ്ടു. ഇവരവിടെ നിന്ന് ഇറങ്ങി ഓടി. പക്ഷേ ഇവർ ക്ലാസ്സിനിട്ട് തലയിടിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മൊബൈലിൽ ആ വീഡിയോ ഒന്ന് എടുത്തു വെച്ചു. കാരണം പോലീസ് അത് 100-ൽ വിളിച്ച് പോലീസുകാർ വന്ന തെളിവാണല്ലോ. ഇപ്പം ഇവർ പുറത്തിരുന്ന് ഇടിച്ച് പൊട്ടിക്കുന്നതിൻ്റെ അത് എടുത്തു വെച്ചു. പക്ഷേ ഇവർ പോകുമ്പോൾ പറഞ്ഞു പോലീസ് വന്നാലും പോയാലും ഇന്ന് നിൻ്റെ കഥ തീർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഡോറ് തുറന്ന് പതുക്കെ പുറത്തിറങ്ങി. ബാക്കിൽ ഫോറസ്റ്റാണ്, ഇച്ചിരി ആനകൾ വന്നു പോകുന്നൊരു വഴിയുണ്ട്. ആ വഴിയിൽ പോയിട്ട് ഒരു മരത്തിൻ്റെ ഒട്ടുകുത്തിരുന്നു. ഇനിയും ഇവർ തിരിച്ചു വരുമെന്ന്. പക്ഷെ അന്ന് രാത്രി പോലീസുകാർ വന്നായിരുന്നു എന്ന് പിന്നെ അവർ പറയുന്നു. എനിക്ക് അവരെ കാണാനോ മിണ്ടാനോ പറ്റിയില്ല. ഒരുപക്ഷെ അന്ന് അവരെ കണ്ട് മിണ്ടിയായിരുന്നെങ്കിൽ, ഞാൻ കാട്ടുപോയില്ലായിരുന്നെങ്കിൽ ഇത്രയും വിഷയമില്ലാതെ ഇത് സോൾവ് ചെയ്യാൻ പറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഇവൾ ചെയ്തത് ഈ സ്വന്തം തലയിടിച്ച് പൊട്ടിച്ചിട്ട് അവൾ പറയുന്ന കുറേ കാര്യമുണ്ട്. മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചു വന്നു. അവളെ തല പൊട്ടിയിരിക്കുന്ന വീഡിയോയിൽ മൊബൈൽ ഇപ്പോഴും കയ്യിൽ കാണാം. കൈ കടിച്ച് പറിച്ചു. ആ വീഡിയോ എടുത്ത് നോക്ക്, അതിനകത്ത് കയ്യിലൊന്നും ഒരു പാടുമില്ല. മാത്രമല്ല തലയിൽ പൊട്ടിയെന്ന് പറയുന്ന ഇവൾ അവിടുന്ന് 20-25 കിലോമീറ്റർ കാർ ഓടിച്ച് ഉറുമ്പംകുന്നെന്ന് പറയുന്ന സ്ഥലത്ത്, അത് 1 മണിക്കൂർ 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ എടുക്കും. കാര്യം മുടുക്ക് റോഡാണ്. ഓടിച്ച് വന്നിട്ട് മാഷിനെയും ടീച്ചറിനെയും ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട്. ഈ ചോരയാന്നൊക്കെ പറയുന്നത്. രസം ഇതാണ്, മുറിഞ്ഞത് ഈ ഭാഗത്താണ് തലയിൽ, ചോര കാണിക്കുന്നത് ഇവിടെയാണ്. എനിക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ്. ഇതിലൊന്നും ഒഴികെ പാടുമില്ല. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഇതിൻ്റെ എന്താണ് അവർ പുറത്ത്, ഞാൻ അകത്തായതുകൊണ്ട് എനിക്കറിയില്ലല്ലോ എന്താ നടത്തിയെന്ന്. പിന്നെ FIR-ൽ കാണുന്ന സെറ്റാപ്പ് ബോക്സ് കൊണ്ട് അടിച്ചു വന്നു TV-യുടെ. ആ വീട്ടിൽ ഇന്ന് വരെ TV ഇല്ല, വാങ്ങിയിട്ടില്ല. അവിടെ ആ വീട്ടിൽ TV ഇല്ല. പിന്നെ ഇങ്ങനെ TV-യുടെ സെറ്റാപ്പ് ബോക്സ് എനിക്കിപ്പോഴും മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് എന്തായിരിക്കും എന്നറിയാം, ജിജി താമസിക്കുന്ന വീട്ടിൽ ഒരാൾ അനാവശ്യമായിട്ട് വീട്ടിൽ കയറി പോരുന്നു എന്നുള്ള ശ്രുതി കേട്ടപ്പം അത് തെളിവ് സഹിതം പിടിക്കാൻ ഞാൻ വീട്ടിൽ 2 കുഞ്ഞ് ക്യാമറ വെച്ചു. അതിൻ്റെ ഒരു ചെറിയ DVR ഉണ്ട്, നമ്മുടെ ഈ കൈയുടെ വലുപ്പമേ ഉള്ളൂ. കാര്യം കുഞ്ഞ് ക്യാമറ 2 വെച്ച് ഇവളത് തല്ലി പൊട്ടിച്ച് കളഞ്ഞു. വീട്ടിൽ നിന്ന് തല്ലി. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ഈ ക്യാമറയും ഈ DVR കൊണ്ടുപോയിട്ട്
ഈ പറഞ്ഞ അടി നടന്ന സ്ഥലത്ത് വെച്ചിട്ട് അതിനെയാണോ അവളെന്നെ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി അത് വെച്ച് അടിച്ചെന്ന് പറഞ്ഞാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിനായിരിക്കണം സാധ്യത. കാര്യം ടി വി ഇല്ല, പിന്നെ എങ്ങനെ ടി വി സെറ്റപ്പ് ബോക്സ്? അപ്പോൾ ഇതവിടെ ഉള്ളതുകൊണ്ട് ഇനി ഒരു കാര്യം, ഈ കുഞ്ഞു സാധനം കൊണ്ട് അടിച്ച തലക്ക് 6 സ്റ്റിച്ചിന് ഒരിക്കലും പൊട്ടില്ല. അതൊരു ഫൈബറാ സാധനം, എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അന്ന് അവൾ മാഷിനൊക്കെ തെറി വിളിച്ച് ഇവിടുന്ന് നേരെ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി. ചാലക്കുടി ഇത്രയോ ഹോസ്പിറ്റലുണ്ട്, ഒരു സ്ഥലത്തും പോകാതെ അപ്പോളോ പോയി. എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അവിടെ ചെന്ന് കേസാക്കാൻ MLC എന്ത് കിട്ടും. ഇതെല്ലാം അറിഞ്ഞ് പിറ്റേന്നായപ്പോഴേക്കും എനിക്ക് ഭയങ്കര പാൽപിറ്റേഷനും ബുദ്ധിമുട്ടും ഒക്കെ ആയി. ഈ സാംസങ് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം എൻ്റെ BP ഏറ്റവും ടോപ്പിൽ. ഡോക്ടർ ചോദിച്ച ഒറ്റ ചോദ്യമാണ്, ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് സ്ട്രോക്ക് വന്ന് വീണു പോകുമായിരുന്നു. നോക്കി പറഞ്ഞു. എന്നിട്ട് എന്നോട് ധന്യയിലെ ഡോക്ടർ പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, നീ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് പോയി കിടക്കണം. അങ്ങനെ ഞാനും ഹോസ്പിറ്റലിൽ പോയി. MLC ആക്കാനോ കേസാക്കാനോ അല്ല, ഞാനവിടെ ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ സ്വാഭാവികമായിട്ടും എൻ്റെ ഈ വെപ്രാളവും പ്രശ്നമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ആയിരിക്കും ഇത്രയും BP എന്ന് പറഞ്ഞ് അത് അവിടെ ക്ലോസ് ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നപ്പോഴും ജിജി കേസൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ജിജി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി പോലീസിന്. എഴുതിയത് ഇന്ന സമയത്ത് ഇന്നതുപോലെ എന്നെ തല്ലി കൊല്ലാൻ നോക്കി, കടിച്ചു പറിച്ചു എന്നൊക്കെ എഴുതി. ഇത് കേസാക്കാതെ കോംപ്രമൈസ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. ജിജി പോലീസിനോട് പറയും, കോംപ്രമൈസ് എന്താണെന്ന് ചോദിച്ചാൽ സാംസങ്ങിനെയും മാഷിനെയും പിരിച്ചുവിടുക, PKF എന്ന് പറയുന്ന NGO പിരിച്ചുവിടുക. ഇത്രയും ചെയ്താൽ പ്രശ്നങ്ങളെല്ലാം തീരും. അത് ചെയ്യുന്നില്ലെങ്കിൽ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ഞാൻ രാജിവെച്ചിട്ട് അത് മൊത്തം കൊടുക്കുക, അവൾക്കും കുടുംബത്തിനും കൊടുക്കുക, ഏതെങ്കിലും പോയി ജീവിച്ചോളാം. ഇതായിരുന്നു അവളുടെ കണ്ടീഷൻ. പക്ഷേ എനിക്കറിയാവുന്ന മാരിയോയും ജിജി മാരിയോയും ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു. കാരണം നിങ്ങളുടെ പ്രണയവും വിവാഹവും അങ്ങനെ ഉദാഹരണങ്ങളായിരുന്നു. ഇപ്പോഴും പേഴ്സണലി ജിജി എൻ്റെ ചങ്കാണ്. ഉറപ്പാ ജിജിക്ക് ഞാനും ചങ്ക തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. ഇതൊരു പണമാണ് പ്രശ്നം. ധനമോഹം സകല തിന്മക്കും കാരണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഒരു പെട്ടെന്ന് അവർ വളരെ ദാരിദ്ര്യ കുടുംബമായി, പെട്ടെന്ന് ഫേമസുമായി. ഞാൻ തന്നെയാണ് പുഷിയിലാക്കിയെടുത്തത്. പെട്ടെന്ന് കയ്യിൽ കാശ് വന്നു. അതുകൊണ്ട് ആ കൂട്ടത്തിൽ മദ്യപാനം കയറി. അത് ഹെറിഡിറ്ററി, അവരുടെ കുടുംബത്തിലെല്ലാം മദ്യപാനികളാണ്. ഒരു പാരമ്പര്യമായിട്ടുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് അതിനെ ഒരുപാട് കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേ അത് അഡിക്റ്റായിപ്പോയി. ഞാൻ അവളോട് പലപ്പോഴും പറഞ്ഞ് ട്രീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ കുടുങ്ങും. പക്ഷേ അവൾ പറയും നിങ്ങൾ മാനസികരോഗ്യം പറയും. കഴിഞ്ഞ ദിവസം മറുനാടൻ ഷാജൻ ഒരു വീഡിയോ അയച്ചു കൊടുത്തു മാഷിൻ്റെ അടുത്ത്. അതിൽ പറയുന്നുണ്ട് അയാളുടെ മാനസിക നില ശരിയല്ല, അൺസ്റ്റേബിളാണ് ഞാനെന്ന് പറയുന്നു. അതുപോലെ തന്നെ തീവ്രവാദികളാണ് നിങ്ങളെല്ലാം എന്നും കൂടെ പറയുന്നു. ഏതർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല, അതൊക്കെ അവർ തന്നെ തെളിയിക്കേണ്ട കാര്യമാണ്. ഏതർത്ഥത്തിലാണ് തീവ്രവാദ ബന്ധം, ഏതർത്ഥത്തിലാണ് മാനസിക രോഗം. നിങ്ങളുടെ വിവാഹം തന്നെ, അതായത് സുലൈമാൻ എന്ന മാരിയോ ആയി മാറിയ താങ്കൾ ഒരു അസുഖം വരുന്നു, അതിനോടുള്ളൊരു സഹതാപമൊക്കെ തോന്നിയിട്ടാണ് ജിജി കല്യാണം കഴിച്ചത്, അങ്ങനെയൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. യെസ് ഉണ്ട്. അതായത് ഞാൻ ക്യാൻസർ വന്ന് തൊണ്ടയ്ക്ക് സർജറി കഴിഞ്ഞിരിക്കുമ്പോഴാണ് അവളെ പരിചയപ്പെടുന്നത്. പക്ഷെ അവൾ അതിനേക്കാളും വേറെ ഒരു നമുക്ക് പറയാൻ പറ്റാത്തൊരു ബന്ധത്തിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കരകയറണമെന്ന് ഭയങ്കര കൊതിയുണ്ട്. ഞാൻ രോഗിയാണ്, അപ്പോൾ എനിക്കൊരാൾ കൂട്ടിന് വേണം, അവൾക്ക് എൻ്റെയും സപ്പോർട്ട് വേണം. ഇത് പൂരകമാണ്, പരസ്പരം ഒരു സപ്പോർട്ടാണ്. ശരിക്കും എൻ്റെ ഭാഗത്തു നിന്ന് ഒരു കരുണയാണ് വർക്ക് ചെയ്തത്, അവളുടെ ഭാഗത്തു നിന്ന് പ്രണയമാണ് വർക്ക് ചെയ്തത്. ഉള്ള കാര്യം പറയാം. ഇപ്പോഴും എനിക്ക് അവളോട് കരുണയാണ്, സ്നേഹമാണ്, ഒരു സംശയമില്ല. ഇവൾ ഈ വാശി ഒന്ന് മാറ്റിയാൽ മാത്രം മതി. അതായത് ഈ PKF ഇല്ലാണ്ടാക്കണം എന്നുള്ള വാശി മാറ്റുക. എന്തിനാണ് അവൾ വാശി പിടിക്കുന്നത്? ഒന്നെങ്കിൽ ഈ മനുഷ്യരെ ഇഷ്ടമല്ല, പക്ഷെ മനുഷ്യരെ ഇഷ്ടപ്പെടാൻ പറ്റാത്ത ആൾക്ക് ഒരു ഇങ്ങനത്തെ സേവനം ചെയ്യാൻ പറ്റില്ല. അല്ല എങ്കിൽ അവൾക്ക് അതിൽ കൈയിട്ട് വരാൻ പറ്റുന്നില്ല. PKF അവർ പുറമേ നാളുള്ളപ്പോൾ ചോദ്യം ചെയ്യും. ഓരോ ബോർഡ് മീറ്റിങ്ങിലും സ്വയം തീരുമാനം എടുക്കാൻ പറ്റില്ല. ഏതിനെയാണ് അവൾ പേടിക്കുന്നത്? എന്തിനാണ് ഈ പ്രശ്നം? അപ്പം ഇവൾ ഇങ്ങനെ പോലീസിന് എഴുതിയ ലെറ്റർ ഞാൻ അറിഞ്ഞു. അവളുടെ കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു നേരെ പോലീസിനെ പോയി കണ്ടിട്ട് ഇത് പറഞ്ഞ് കാര്യം ബോധ്യപ്പെടുത്തണം. ഇപ്പം നിങ്ങളോട് പറഞ്ഞ കാര്യമൊക്കെ പറയണമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കൊരട്ടി CA വിളിച്ചിട്ട് അമൃതരംഗൻ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയണ്ട, നമുക്കൊന്ന് FIR ഒന്നും ഇല്ലാതെ ഇതൊക്കെ സോൾവ് ചെയ്യണ്ടേ, ഒന്ന് വാ നമുക്ക് സംസാരിക്കാൻ മതി. ഞാനവിടെ ചെന്നു ഉടനെ സാറിനോട് പറഞ്ഞു, സാറേ ഇന്നതാണ് കേസ്. ഇപ്പോൾ അവർ ബാർഗെയിൻ ചെയ്യാൻ വരുന്നത് ഇന്ന പ്രശ്നത്തിൽ നിനക്ക് FIR ഇട്ട് അകത്താക്കും, അകത്ത് പോകണ്ട, നാണം കിടണ്ടെന്നുണ്ടെങ്കിൽ PKF പിരിച്ചുവിടുക, മാഷിനെയും സാംസങ്ങിനെയും കളയുക. ഇതാണ് അവർ പറയാൻ വരുന്നത് എങ്കിൽ ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത്, എന്നെ അകത്താക്കിക്കോളൂ സാർ, FIR ഇട്ടോളൂ. എനിക്ക് ഇനിയും, കാരണം ഞാൻ ട്രസ്റ്റ് തുടങ്ങുമ്പോൾ എന്ത് ആത്മാർത്ഥതയോടെ ശുദ്ധതയോടെ തുടങ്ങിയോ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്നും എൻ്റെ മനസ്സാക്ഷിത്വത്തോടുകൂടി ജീവിക്കണം. 30 വർഷമായി സഹിക്കുന്നു. ഇനിയിപ്പോൾ ഇതിലൂടെ തീരുകയാണെങ്കിൽ തീരട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് 21 വർഷമായി. യെസ് അല്ലേ?
പക്ഷെ ഇത്രയും നാളായിട്ട് ജിജിയുടെ ഇങ്ങനെയുള്ള സ്വഭാവ വൈകല്യങ്ങളെ എന്തുകൊണ്ടാണ് കാര്യമായിട്ട് എടുത്ത് ജിജിക്ക് ഒരു സമയം കൊടുത്തതിന് ട്രീറ്റ് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അവളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ മെൻ്റലാന്ന് അവൾ ആദ്യം കയറി പറഞ്ഞിട്ട് എന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ പറയുന്ന ആക്ച്വലി NPD എന്ന് പറയും, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിന് വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചു, ഞാൻ കുട്ടൂസേന്ന് വിളിച്ച് ചോദിച്ചു, കുട്ടൂസേ ഞാൻ പബ്ലിക്കലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രശ്നമാണ്, നീ സത്യത്തിൽ സംഭവിച്ച് നിനക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കാവുന്ന കേസേ ഉള്ളൂ, ഒന്നും പറ്റത്തൊന്നുമില്ല, ഇവരെ കളഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞു. ഒരുതരം ഈഗോയാണ് വർക്കൗട്ട് ചെയ്തത്. എനിക്ക് ചിലപ്പോൾ തോന്നും ഈ മെനോപോസിൻ്റെ പീരീഡൊക്കെയാണ്, 48-49 വയസ്സായി, ഒരുപക്ഷെ അവർക്ക് അങ്ങനെ ഒരു മാനസികമായ സംഘർഷം ഉണ്ടാകും. എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു മിഡിൽ ഏജ് ക്രൈസിസ് ഉണ്ട് പൊതുവെ, അതായിരിക്കാം. പക്ഷേ ഇത് സോൾവ് ആവണമെങ്കിൽ ജിജിയുടെ മദ്യപാനം നിൽക്കണം, അത്രേ ഉള്ളൂ. മദ്യപാനം നിന്നാൽ തന്നെ ഈ അടിയും ബഹളവും ഒക്കെ കംപ്ലീറ്റ് അങ്ങ് തീരും. ഈ ഹാബിറ്റ് എപ്പോഴാണ് തുടങ്ങിയ? കല്യാണം പണ്ട് മുതലേ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ടുപിടിച്ചിട്ട് കുറച്ച് ഒരു 2018-19 ഞാൻ കണ്ടുപിടിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പേ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. മദ്യപാനം എന്ന് പറയുന്ന ശീലം ഇപ്പോൾ ജിജി ആണെങ്കിലും സുവിശേഷ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കറാണ്, അനേകർക്ക് വഴി കാണിക്കുന്ന ഒരാളാണ്. ഈ ഹാബിറ്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പണി ചെയ്യാൻ പറ്റുന്നത്? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക, ചെയ്യുന്നവരുടെ മനസാക്ഷിയല്ലേ. ഞാനിത് ഇപ്പോഴും പറയണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ്. നിങ്ങളോട് എൻ്റെ കുടുംബവിശേഷം എനിക്ക് മീഡിയയുടെ മുമ്പിൽ പറയേണ്ടി വരുന്നതിൽ ഭയങ്കര ദുഃഖമുണ്ട്. പല സിനിമാ നടന്മാരുടെ ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്തിനാ ഈ വല്ലവൻ്റെ കുടുംബത്തിലെ വിശേഷം ചാനലുകാരൊക്കെ ഇടുന്നതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ ഇടപെട്ടിട്ട് ഒരുപാട് കുടുംബം തകർന്ന് വന്നിട്ട് ആ കുടുംബങ്ങൾ ഒന്നിപ്പിച്ച ആളാണ് ഞാൻ. പക്ഷെ എനിക്കിപ്പോൾ പറ്റിയെന്നു വെച്ചാൽ ജിജി എന്നെ ട്രാപ്പ് ചെയ്യാൻ വെച്ചത് പുറത്ത് പോയാൽ അത് തിരുത്തേണ്ട ഒരു കടമ ജിജിക്കുണ്ട്, ഇല്ലേ? പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എൻ്റെ ഭർത്താവ്. ഞാൻ ഒരിക്കലും അവളെ എന്തിനാ തന്നെ അവൾ എന്നെ കൊങ്ങാക്കി പിടിച്ചപ്പോൾ ഞാൻ അവളെ അടിച്ചുള്ളൂ, തല അടിച്ച് പൊട്ടിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവൾക്ക് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇത് മീഡിയയിൽ അങ്ങ് പോയി കഴിയുമ്പോൾ ധൈര്യമായിട്ട് അവൾക്ക് പറയായിരുന്നു, ഇത് എൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് ആണെന്ന് ധൈര്യമായിട്ട് അവൾക്ക് പറയായിരുന്നു. കുടുംബം പ്രൊട്ടക്റ്റഡ് ആവുക. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, ജിജി നീ ഉള്ള സത്യം പറ, നമുക്ക് കാര്യങ്ങൾ പക്ഷെ അവൾക്ക് അതൊന്നും അല്ല കേൾക്കേണ്ടത്. സാംസങ്ങും മാഷിപ്പ് ഇറങ്ങി പോകണം, ഇത്രേ ഉള്ളൂ അവർക്ക്. അവർ ഇറക്കാൻ വേണ്ടി അവസാനം അവർ തീവ്രവാദികളാണെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല, സത്യമായിട്ട് സമ്മതിക്കുന്നില്ല. അതിനിപ്പോൾ എന്ത് വന്നാലും എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നു. ഒത്തിരി വീട് പണികൾ, ഒരുപാട് മരുന്ന് കൊടുക്കേണ്ടവർ, രോഗികൾ, അനാഥ പിള്ളേരുടെ പഠനം എല്ലാം മുടങ്ങിക്കിടക്കുക. കാരണം ഞാനതിലൊന്നും സൈൻ ചെയ്യുന്നില്ല. ഒരു വ്യക്തത വന്നിട്ട് മതിയെന്ന് വെച്ചു. PKF എന്ന് പറയുന്ന പുതിയ തുടങ്ങിയതിൽ ചില ജനങ്ങൾ ഇച്ചിരി കാശിടുന്ന് വെച്ചിട്ട് അതിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 3 വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. അത് തീരുകയും ചെയ്യും ജനങ്ങൾ സഹായിച്ചാൽ. കാരണം എനിക്ക് വേറൊരു വരുമാന മാർഗ്ഗമൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ഒരാളല്ല. ഞാൻ പേഴ്സണലി കുറേ ലോണും കടക്കാരനുള്ള ഒരാളും കൂടെ. ഇതിൽ നിന്നൊന്നും എടുത്തിട്ട് ചെയ്യില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ജനം എന്നെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്താൽ മാത്രം അത് മുന്നോട്ട് പോകും. ഇല്ല, നിർത്താനാണ് ദൈവവിധിയെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ. കാരണം ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ സാംസങ്ങിനോട് പറഞ്ഞു, എടാ നമ്മളെ ദൈവം വിളിച്ചാണ് ഇത് തുടങ്ങുന്നു, ഇതെന്ന് ദൈവം നിർത്താൻ പറയണോ അന്ന് നിർത്താൻ തയ്യാറായിക്കണം. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിർത്താൻ സമയമായി, ഇത്രേ ഉള്ളൂ. ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതങ്ങ് നിന്ന് പോകുന്നേ ഉള്ളൂ. എനിക്ക് ജീവിക്കാൻ വേറെ ഒരുപാട് വഴികളുണ്ട്, എനിക്ക് ജീവിക്കാൻ, അതെൻ്റെ വഴിക്ക് ജീവിച്ചു പോകും. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഭാര്യ ജിജി ഈ ഇൻ്റർവ്യൂ കാണാനിടയായാൽ അവളെ ഞാൻ കാത്തിരിക്കുന്നു, അവൾ തിരിച്ചു വരണം. മദ്യപാനം നിർത്തി ചേട്ടായി എന്ന് പറയാം. ഞാനിനി ഈ മാഷ് അല്ലെങ്കിൽ സാംസങ്ങിനെ ടീച്ചറിനെ ഒന്നും കളയണമെന്ന് വാശി പിടിക്കുന്നില്ല. ആ PKF എന്ന് പറയുന്ന NGOയിൽ ഞാനും കൂടെ ഒരു മെമ്പറായേക്കാം, നമുക്കൊന്നിച്ച് പഴയതുപോലെ പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 20 വർഷം ദമ്പതികൾ എങ്ങനെ ജീവിച്ച് കണ്ടോ അതിലും മനോഹരമായ ദമ്പതികളായിട്ട് ഞങ്ങൾ മാറും. കാരണം ഇതൊരു പ്യൂരിഫിക്കേഷനാണ്. ക്ഷമിക്കുക, ക്ഷമിക്കപ്പെടുക, സ്നേഹിക്കുക, മാതൃകയാകുക എന്നുള്ളത്. അതിന് ജിജിക്ക് സാധിക്കട്ടെ എന്നൊരൊറ്റ പ്രാർത്ഥനയുണ്ട്. മക്കൾ 2 പേരുടെയും കൂടെ നിൽക്കും. അവർക്ക് ഒരു പ്രത്യേക പക്ഷം പിടിക്കുന്നില്ല. പക്ഷേ മക്കൾ ഞാൻ ഈ ഇൻ്റർവ്യൂ ഇടുന്നതിനെതിരാണ്. എന്നോട് ഇന്നലെ മൂത്തവൾ പറഞ്ഞു, ചാച്ച അവിവേകമൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞു, ഞങ്ങൾക്കും ജീവിക്കണം, സമൂഹത്തിൽ വിഷമിപ്പിക്കരുത് മൂത്തവൾ പറഞ്ഞു. അവളുടെ ജിജി ചെയ്തിരിക്കുന്നത് അവളെ പോയിസൺ ചെയ്തു. അവൾ സൈക്കോളജിയെ പഠിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് അവൾക്ക് ന്യൂറോ സയൻസ് പഠിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ ഫിലോക്കാലിയ ഫാമിലി അക്കാഡമി ഞങ്ങളുടെ വലിയൊരു ഡ്രീമാണ്, ഒരു ഫാമിലി അക്കാഡമി. അത് തുടങ്ങി അതിന് സ്ഥലമെടുത്ത് ബിൽഡിംഗ് പണിതൊക്കെ ചെയ്തു വെച്ചിരിക്കും. അപ്പോൾ അവിടെ അവൾക്ക് അവളുടെ പ്രവർത്തനങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യണം വലിയ കൊതിയാണ് മോൾക്ക്. അപ്പോൾ ജിജി ഫീഡ് വെച്ചിരിക്കുന്നത് ഈ PKF എന്ന് പറയുന്ന NGO മുന്നോട്ട് പോയാൽ ഫാമിലിയിലല്ലാത്തവർ കൺട്രോൾ ചെയ്യും, അപ്പം നിനക്ക് ഫ്രീഡം ഉണ്ടാവില്ല, അതുകൊണ്ട് അവരെ കളയിക്കണം എന്ന് പറഞ്ഞ് കൊച്ചിനെ ഫീഡ് ചെയ്തു. പക്ഷേ സത്യം പറയട്ടെ, ഈ ഷാജൻ സെക്രട്ടറി സാറിട്ട് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ട്രസ്റ്റിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വന്നവരാണ്. ഭൂമിയിൽ ഒരു ട്രസ്റ്റിൻ്റെ സ്വത്ത് ഒരാൾക്കും തട്ടിയെടുക്കാൻ പറ്റില്ല.
അതിൽ ഒന്നാമത്തെ ട്രസ്റ്റിൻ്റെ സ്വത്ത് വിൽക്കാനൊന്നും ഇപ്പം അനുവാദമില്ല. ആദ്യം അതറിയണം. വിൽക്കാനോ ഒന്നും പറ്റില്ലത്. ആ സ്വത്ത് ആകെ സംഭവിക്കുന്ന തന്നെ ട്രസ്റ്റ് ഇല്ലാണ്ടായാൽ അത് ഗവൺമെൻറ്റിന് കൊടുക്കുക എന്നുള്ളത്. ഇനി അല്ലെങ്കിൽ ട്രസ്റ്റിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടെ ചേർന്ന് ബോർഡ് തീരുമാനിച്ചിട്ട് സമാനമായ മറ്റൊരു ട്രസ്റ്റിന് കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ തട്ടിക്കൊണ്ടുപോകാൻ ആർക്കും പറ്റില്ല. ഇപ്പോൾ ജിജി പറയുന്ന എല്ലാം ഇങ്ങനത്തെ ബ്ലണ്ടർ വിളിച്ച് പറയുകയാണ്. സിനിമ അറിവില്ലായിക്കാണ്. 10ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പോകാത്ത ആളാണ്. പക്ഷേ ഞാൻ ലോകം മുഴുവൻ കറങ്ങിയതുകൊണ്ട് എക്സ്പീരിയൻഷ്യൽ നോളജ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. നിയമം ജിജി പറയുന്ന ഒരു വലിയ ആരോപണമുണ്ട്, അതായത് തീവ്രവാദി സംഘടനയായിട്ട് ബന്ധമുണ്ടെന്ന്. അത് തെളിയിക്കേണ്ടത് അവളല്ലേ? അതെ. സാംസങ് ഇവിടെ ഉണ്ട്. അവൻ്റെ ഇടവക ഈ ആളൂർ പള്ളിയിലാണ്. അവൻ്റെ ഭാര്യ മാമോസ് മുങ്ങി ക്രിസ്ത്യാനി. മാഷ് ഓൾറെഡി ക്രിസ്ത്യാനിയാണ്. മാഷിൻ്റെ ഭാര്യ മുസ്ലിം ആയിരുന്നു. മാമോസ് മുങ്ങി ക്രിസ്ത്യാനി ആയതാണ്. അല്ല ഞാൻ ഇത്രയും വർഷം ഞാൻ ജിജിയോട് കൂടെ ജീവിച്ചിട്ട് അവൾ എന്തുകൊണ്ടാണ് ഞാൻ തീവ്രവാദ ബന്ധമുണ്ടെന്ന് ഇതിന് മുമ്പ് പറയാതിരുന്നത്? പറഞ്ഞവരെ എതിർത്ത് കണ്ടസ്റ്റ് ചെയ്ത് പ്രസംഗിച്ച് എത്രയോ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്നെ മൗദൂദി എന്നൊക്കെ ഒരു കാലത്ത് വിളിച്ചപ്പോൾ അതിനെ കണ്ടസ്റ്റ് ചെയ്തത് ജിജിയാണ്. എൻ്റെ ഭർത്താവിന് എനിക്കറിയാമെന്ന്. ഇനിയിപ്പോൾ അവളുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്തർത്ഥത്തിലാണ് എന്നെ തീവ്രവാദി എന്ന് വിളിച്ചത്. അതിനവൾ തെളിവ് കൊണ്ടുവരണം. അത് അവളുടെ കടമയാണ്. ആരോപിച്ചാൽ പോരാ, തെളിവ് കൊണ്ടുവരണം. ഇത് സമൂഹത്തിലേക്ക് ഒരു വലിയ ചർച്ചയ്ക്കുള്ള വഴിയാണ് തെളിച്ചു വെച്ചിരിക്കുന്നത്. അതായത് സുലൈമാൻ എന്നിടത്തു നിന്നാണ് മാരിയോ ആയിട്ട് മാറിയത്, അതുപോലെ അജ്മലാണ് സാംസൺ ആയത്, അങ്ങനെയുള്ളവരാണ് കൂടെ ഉള്ളത്. ഇതിപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ നിന്ന് കൺവേർട്ടായ ക്രിസ്ത്യാനികൾ ഒന്നിച്ചു കൂടി എന്നുള്ളൊരു ബഹളമായിരിക്കും ഇവർ സംസാരിക്കാൻ വരുന്നത്. പക്ഷെ ഞങ്ങളെല്ലാവരും ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നമുക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാൻ പറ്റില്ലേ? പറ്റും. ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് NIA ആണ്. അല്ല, NIA അല്ലേ കണ്ടെത്തേണ്ടത്. ഇനി അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ പോലീസിന് പോലും അന്വേഷിക്കാൻ പറ്റും, ഒരു പോലീസ് ക്ലിയറൻസ്. അല്ലാതെ ഇതിങ്ങനെ ജിജി വെറുതെ കയറി ആരോപണം പറഞ്ഞാൽ അത് പാവം. ശരിക്കും പറഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസാണ്. ഒരാൾ അങ്ങനെ ചാപ്പൂട്ടുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല.